കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി ചെലവായ തുക, ആ തുകയുടെ കടം വീട്ടാൻ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒരു കുടുംബം. കൊല്ലം ശാസ്താംകോട്ട പള്ളിശ്ശേരി സ്വദേശി അനിലാണ് കടം വീട്ടാൻ വീട് വിൽപ്പനയ്ക്ക് വെച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അനിൽ ചികിത്സ തേടിയത്. നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങി ചികിത്സ നടത്തുകയും ചെയ്തു. ലൈഫിൻ്റെ ആയിരുന്നു. അവർ 4 ലക്ഷം രൂപ വന്ന് ബാക്കി നമ്മൾ കയ്യിൽ നിന്ന് ഒപ്പിച്ചാണ് ഈ വീടിപ്പോൾ വെച്ചത്. അണ്ണൻ ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ അതൊരിക്കലും എടുക്കത്തുമില്ലായിരുന്നു. അതും അടയ്ക്കാൻ പറ്റുന്നില്ല, അണ്ണൻ്റെ ആഹാരത്തിനൊന്നും പറ്റുന്നില്ല. മുളയമ്മന്തിയൊക്കെ അരയ്ക്കേണ്ട ഒരു ഗതി വന്നു. വേറെ മാർഗ്ഗമില്ല എന്നെ കൊണ്ട്. അണ്ണന് ഒരു നേരത്തെ ആഹാരം നല്ലോണക്ക് കിട്ടുന്നെങ്കിൽ ഇവിടെ കിട്ടിക്കോട്ടെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന. പിന്നെ അത് മാത്രമല്ല, കടക്കാരെനിക്ക് പറ്റുന്നില്ല. അങ്ങനെ കടക്കാർ വന്ന് ഇന്ന് പൈസയ്ക്ക് വന്ന് ഇന്ന് വിളിക്കുമ്പോൾ അവർ പോകത്തില്ല. 3 ലക്ഷം രൂപയുടെ കടമുണ്ട്, മൈക്രോ എല്ലാം കൂടെ. ചികിത്സയുടെ കടം വന്നതുകൊണ്ട് മാത്രമല്ല, ഞാനും അണ്ണനും കൂടെ പോകുന്നില്ല. അരി മേടിക്കാൻ അല്ല, ഒന്നിനും പറ്റുന്നില്ല. അണ്ണന് നല്ലോണം ആഹാരം ഫ്രൂട്ട്സും ഒന്നും കൊടുത്തിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞതിനൊക്കെ. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിങ്. ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ചികിത്സയ്ക്കായി കടം വാങ്ങിയ തുകയാണത് തിരിച്ചു കൊടുക്കാനൊന്നുമുള്ള മാർഗമില്ലാത്തത് കൊണ്ടായിരിക്കും ആകെയുള്ള കിടപ്പാടം വിൽപ്പനയ്ക്ക് വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതല്ലേ? ആരെങ്കിലും സുമനസ്സുകൾ സഹായിക്കാൻ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ആ വിവരങ്ങളിലേക്ക് കടക്കാം. ദിലീപ്. സുജിയ, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. മരംവെട്ട് തൊഴിലാളിയാണ് അനില. ഈ മരംവെട്ട് തൊഴിലിനിടയിലാണ് ഒരു വീടൊക്കെ വെച്ച് 3 ലക്ഷം രൂപ ഫിനാൻസിൽ നിന്ന് കടമൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ പോവുകയായിരുന്നു. പെട്ടെന്നാണ് അനിലിന് ഹൃദയാഘാതം വരുന്നതും അതിൻ്റെ ചികിത്സയായി 1 ലക്ഷം രൂപ കടക്കാരിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഈ കടക്കാർ വീട്ടിലേക്ക് എത്തുകയും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഈ അടുത്ത കാലത്ത് ചിലവായത്. ഇപ്പോൾ ഈ കടം വീട്ടുന്നതിന് വേണ്ടി സ്വന്തം വീട്, അതായത് ഇഷ്ടത്തോടുകൂടി പണിത സ്വപ്നമായ ഒരു വീട് ഇപ്പോൾ വിൽക്കാനാണ് ഈ കുടുംബം തയ്യാറാകുന്നത്. കുടുംബത്തിന് മൊത്തം 4 ലക്ഷം രൂപ കടമാണുള്ളത്. നേരത്തെ ഭവന വായ്പയായ 3 ലക്ഷവും ഈ ചികിത്സയ്ക്ക് എടുത്ത 1 ലക്ഷം രൂപയടക്കം 4 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അടുക്കളയിൽ ഒരു തുള്ളി സാധനങ്ങളില്ല, അതായത് അരി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത് എന്നുള്ളതാണ്. 3000 രൂപയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിന് യാത്രാ കൂലിയായി വേണ്ടത്. നടക്കാൻ പോലും പറ്റില്ല. അവിടുന്ന് കാറ് വിളിച്ച് വേണം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. അങ്ങനെ അതിന് പോലും കഴിയാൻ പറ്റാത്ത തരത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. 2 പെൺകുട്ടികളാണ്. ഈ വീട്ടിലേക്കുള്ള ഏക വരുമാനമായിരുന്നു അനിൽ കിടപ്പിലായതോടുകൂടെ വരുമാനം നിലച്ച അവസ്ഥയിലാണ്. ഒരു ഭക്ഷണം പോലും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാതെയാണ് ഈ കുടുംബം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സുമനസ്സുകൾ ഉണ്ടെങ്കിൽ സഹായിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ശാസ്താംകോട്ടയിലാണ് ഇവരുടെ വീട്. ഇവർ സ്വപ്നം പോലെ കണ്ട ഒരു വീടായിരുന്നു. അനിലിന്റെ ഭാര്യ ബിന്ദു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ആരെങ്കിലും സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ടോ? ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ? കാരണം ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട് വിറ്റ് കഴിഞ്ഞാൽ വാടകയ്ക്ക് പോകാനേ പറ്റത്തുള്ളൂ. ബന്ധുക്കളെല്ലാം എൻ്റെ കണക്കിനുള്ള അവരവസ്ഥയായിരിക്കും. ഇപ്പോൾ എത്ര രൂപയാണ് കടമായിട്ടുള്ളത്? 1 ലക്ഷം രൂപയോളം നമുക്ക് ആശുപത്രി ചെലവിനായിട്ടുണ്ട്. പിന്നെ 3 ലക്ഷം രൂപയോളം ആ ഒരു വീട് വെക്കാൻ ലൈഫിന്റെ ആയിരുന്നു. അന്നേരം 4 ലക്ഷം രൂപയുള്ളായിരുന്നു ലൈഫിന്റെ. അതിന്റെ ബാലൻസ് എല്ലാം കടം മേടിച്ച് കമ്മിറ്റി മൈക്രോ എടുത്താണ് ആ വീട് വെച്ചത്. അപ്പോഴത്തേനും അണ്ണന് വയ്യാതെ വന്ന് ബൈപ്പാസ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ 4 അറ്റാക്ക് വന്നായിരുന്നു. അതാ ഇപ്പൊ ഇത്രയും കമ്മിറ്റി ഒന്നും അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. വീട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്നാണ് കരുതുന്നത്? അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഒന്ന് നോക്കണം, ആഹാരം കൊടുക്കണം, പിന്നെ ഈ കടം ഒന്ന് തീർക്കണം, അത്രേ ഉള്ളൂ. തൽക്കാലം നമുക്ക് നോക്കാം ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ വാർത്തയിലേക്ക് കൊണ്ടുവന്നതും. അതുകൊണ്ടാണ് തൽക്കാലം വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോവുകയൊക്കെ വേണം. സ്വന്തമായുള്ള ഒരു കിടപ്പാടമല്ലേ. നമുക്ക് ഈ വിഷയം നമുക്ക് അധികൃതരുടെയും അതോടൊപ്പം തന്നെ സഹായിക്കാൻ താല്പര്യമുള്ളവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന കോളനിക്കകത്ത 3.5 സെന്റ് വസ്തുവേ ഉള്ളൂ. അതാണോ ഇപ്പോൾ വിൽക്കാൻ പോകുന്നത്? അതാ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോളനി ആയതുകൊണ്ട് വലിയ വിലയും കിട്ടത്തില്ല. പിന്നെ 2 പെൺമക്കളുണ്ട്. ഒരാള് പഠിച്ച് ഫീസ് അടയ്ക്കാത്തോണ്ട് ജോലിക്ക് പോകാനും ഇതുവരെയും പറ്റിയിട്ടില്ല. പഠിച്ച് നിൽക്കുക. അപ്പോഴത്തേനും അവർ അച്ഛന് വയ്യാതെ വന്ന്. പിന്നെ മൂത്ത ആള് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന് 1 വയസ്സ് ആയതേ ഉള്ളൂ. എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഈ വയ്യാത്തോണ്ട്. അണ്ണൻ്റെ കൂടെ തന്നെ എപ്പോഴും ഒരാൾ വേണം. ഇല്ലെങ്കിൽ വീട്ടുജോലി എങ്കിലും ചെയ്താൽ ഞാൻ നോക്കിയേനെ.
ഇപ്പോൾ ആകെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. നമുക്കതിൽ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ അവിടെ ആ കൊല്ലം ഭാഗത്തുള്ള ആരെയെങ്കിലും അവിടേക്ക് അയക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. സമാധാനമായിരിക്കും. ശരിയാണ്. ദിലീപ് ദേവസിയുണ്ട് നമുക്കൊപ്പം. ദിലീപ്, നമുക്ക് ഈ വിഷയത്തിലൊന്ന് ഇടപെട്ട് അനിലിന്റെ കുടുംബത്തിന് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു കൈ സഹായമാണ് വേണ്ടത്. വീട് വിൽപ്പന എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തപ്പോൾ ചെയ്യുന്നതാണ്. ഈ ചുറ്റുപാടും ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ആ കാര്യത്തിലൊന്ന് ഇടപെടാം ദിലീപ്. സുജിയ, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടത്, അതായത് ഈ അസുഖം വരുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ തലേനാൾ വരെ ഇദ്ദേഹം മരത്തിൽ കയറി മരം വെട്ടുകയായിരുന്നു. പിറ്റേ ദിവസമാണ് ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അയൽവാസികൾക്കും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, നല്ല രീതിക്ക് ഭാര്യയും മക്കളെയും നോക്കി പോകുന്ന ഒരു കുടുംബമായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് സംഭവിച്ചു, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ കുടുംബത്തിൻ്റെ സകല എല്ലാം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഒരു അസുഖം വന്നതോടുകൂടി സകല വരുമാനവും നിലയ്ക്കുന്നു. അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോലും ₹1 ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മൾ ആ അടുക്കളയിൽ കയറി നോക്കുമ്പോൾ പരിതാപകരമായ ഒരു അവസ്ഥ ഒരു അടുക്കളയ്ക്കും അങ്ങനെ ഉണ്ടാകരുത്. കാരണം ഒരു സാധനങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആശുപത്രിയുമായി കെട്ടിമറിയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നല്ല ഒരു ചായ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് കാശില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ്. ജോലിക്ക് രണ്ടുപേരും പോകുന്നില്ല. മകൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ കോളേജിലെ ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. മൂത്ത മകളുടെ ഭർത്താവിൻ്റെ വരുമാനം മാത്രമാണ് ഇപ്പോൾ ഏക ആശ്രയം. അയാളൊരു കൂലിപ്പണിക്കാരനാണ്. അങ്ങനെ വളരെ കഷ്ടപ്പാടിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. പെട്ടെന്ന് വന്ന് ഇനിയിപ്പോൾ വീട് വിറ്റാൽ മാത്രമേ ഉള്ളൂ ഇവർക്കൊരു ആശ്രയം ഉണ്ടാകുക, പണം ലഭിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ ഈ വീട് വിൽപ്പനയിൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോളനിയിലുള്ള 3.5 സെന്റ് വസ്തുവാണ്. അത് വിറ്റ് കിട്ടുന്ന പണമായിരിക്കും ഇനി ഇവർക്കൊരു ആശ്വാസം. അല്ലെങ്കിൽ സുമനസ്സുകൾ ഇവരെ സഹായിക്കേണ്ടതുണ്ട്. സുജിയ, ഓക്കെ, സുമനസ്സുകൾ രംഗത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദിലീപ് ദേവസ്യ, നന്മ പറ്റാത്ത മനസ്സുള്ള ധാരാളം മനുഷ്യരുള്ള കേരളത്തിലാണല്ലോ നമ്മൾ കഴിയുന്നത്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ആ സഹായം എത്തും. പെട്ടെന്ന് ഒരു തട്ടുകേട് വന്നു കഴിയുമ്പോൾ അത് ചുറ്റുമുട്ടലുള്ളവരോടും കൂടിയാണ്. അയാൾക്ക് എന്താണ് സംഭവിച്ചത്, അയാളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി കാരുണ്യത്തോടെ അവരോട് പെരുമാറുക കൂടി വേണം.